എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അച്ചിങ്ങപ്പയറും നല്ല ക്യാരറ്റും കൂടിയിട്ട് ഒരു ഉപ്പേരി കൂട്ടാൻ ഉണ്ടാക്കാം. അതിന് ചീനച്ചട്ടി ചൂടായി. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി. ഇപ്പോൾ നമുക്ക് മണ്ണിൻ്റെ ചീനച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ, മണ്ണിൻ്റെ പാത്രങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മണ്ണിൻ്റെ ചീനച്ചട്ടിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് മുളകും പൊടി ചേർക്കാം. മൂത്ത് വരട്ടെ. ഉള്ളിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മുളകും പൊടി ചേർക്കാം. ഇതിനാവശ്യമുള്ള മുളകും പൊടി. പെരുമുളകുണ്ട്, പക്ഷെ എനിക്ക് മുളകും പൊടിയാണ് ഇഷ്ടം. അതുകൊണ്ടാണ്. ഇതിപ്പോൾ മോൾക്ക് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ നമുക്ക് പയർ. അങ്ങനെ ഉള്ളി മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കണ്ട, ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അച്ചിങ്ങപ്പയറും ക്യാരറ്റും നുറുക്കിയത് ഇട്ട് കൊടുക്കാം. അച്ചിങ്ങപ്പയറും ക്യാരറ്റും ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി. വേവാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തു. ഇനി അതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. പയറ് കുറച്ച് വെന്ത് വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. അങ്ങനെ നമ്മളുടെ അച്ചിങ്ങപ്പയറും ക്യാരറ്റും കൂടിയിട്ടുള്ള ഉപ്പേരി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ 2 തരം വെജിറ്റബിൾ അരിഞ്ഞിട്ടുള്ള കറി നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് രണ്ടും കൂടി കടിക്കുമ്പോഴേ നല്ല രുചിയാണ്. എന്താ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്.